അല്ല നമുക്ക് കളിയാക്കണതിന് പ്രശ്നമില്ല. വാഷ്റൂം ഉണ്ട്. ഇപ്പം പണിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അവിടെ ഓരോ സിറ്റി. ഇതെന്താ സംഭവം അറിയോ? ഏത്? പാരീസ്. ആ പാരീസ് എത്തി നമ്മൾ. ഇത്ര പെട്ടെന്ന് ഓരോ സ്ഥലത്ത് എത്തി. അത് കൊടുത്തു കഴിഞ്ഞാൽ പാരീസായി. എന്താ പറയുക, യൂറോപ്യൻ സ്ട്രീറ്റ്സ് കഴിഞ്ഞ് നമ്മളിപ്പോൾ വെയിറ്റ് ടു എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഇതാണ് എയർപോർട്ട്. എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് ടെർമിനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ നിന്ന് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകാനുള്ള ആലസ്യമാണ്. നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള ബസ്സുകൾ ഇതാ ലൈൻ ബൈ ലൈനായി വരുന്നത്. വെയിറ്റിംഗ് റൂമൊക്കെ ഇവിടെ ആളുകൾ ഇരിക്കാം. ഓ അതൊക്കെ എഴുതിയിട്ടുണ്ട് ഗേറ്റ്. എടാ എയർപോർട്ടിൻ്റെ സൗണ്ടൊക്കെ നമ്പർ പ്ലെയിനിൻ്റെ നമ്പർ പറഞ്ഞിട്ട് ഇന്നത് ഡിലേ ആണ്. എടാ സൂപ്പറായിട്ട് ഡീറ്റെയിലിംഗ് ആണ്. Flight 219 has been cancelled. ഓ എക്സിറ്റ്. എയർപോർട്ടിൻ്റെ എയറോപ്ലെയിൻ്റെ ഉൾഭാഗമാണ്. ഇറക്കിയിരിക്കുന്നുണ്ട്. ഈ മൂവി ഷോട്ടൊക്കെ ഇവിടെയാണ് എടുത്തത്. ഇരിക്കാൻ പറ്റും. Tower, this is Quebec Echo Romeo, 30 miles to the east, inbound for landing with Information Hotel. Quebec Echo Romeo, this is the tower, altimeter 29.88. Shut yourself up for... ഇപ്പം നമ്മളൊരു മറ്റൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. എസ്കറി ഗാർഡ്. ബട്ടർഫ്ലൈയുടെ എന്തോ സംഭവമൊക്കെയാണെന്നാണ് പറഞ്ഞത്, അറിയില്ല. പോകുന്ന വഴിയാണത്. ഏഴ് മണിക്കൂർ കാണാനുണ്ട് എന്നാണ് അവർ പറയണത്. ബട്ടർഫ്ലൈ ഗാർഡ് എന്താ? നമ്മുടെ പൂച്ചെടിപ്പൂവൊക്കെ ഇട്ടോ വെച്ചിരിക്കണം. വെള്ളയും മഞ്ഞയും തെച്ചിയും. ഇത് നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലെ തൊടിയിലുണ്ടായിരുന്നതാണ് ഈ ബ്ലൂ കളർ ചെടി. മുമ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്നതാണ്. പിന്നെ കക്കയിൽ നിന്ന് വെള്ളം ഒഴുകുന്നതാണ് ഒരു സീനായിട്ട്. പക്ഷികളുടെയാണ് കാണുന്നത്.
വാട്ടർഫാൾ. അവിടെ ഒരു ബേർഡ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ചിറകിൻ്റെ കളർ പേരൊന്നും ചോദിക്കരുത്, അറിയില്ല. ഇതിൻ്റെ മുട്ടയും ഫൗണ്ടേഷൻ, സൺ ഫൗണ്ടേഷൻ ആണ് തോന്നുന്നത് അതിൻ്റെ പേര്. അതിനുള്ള ഫുൾ പൂച്ചെടികളാണ്, പൂച്ചെടികൾ. വൈകുന്നേരമായി നമ്മൾ അവസാനം മണിക്കൂർ കണക്കിന് നമ്മളോട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ. നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട്. ഇതാണ് സൺ ഫൗണ്ടേഷൻ. ലൊക്കേഷൻ കണ്ടതിന് ചിലപ്പോൾ കുറേ പേർക്ക് മനസ്സിലായി ഇതൊക്കെ ഏത് സിനിമയിപ്പോൾ ഈ സിനിമകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും ഇവിടെ എത്തി. നമ്മൾ തിരിച്ച് പോവുകയാണ്. പക്ഷേ ഇതാണ് നമ്മൾ പോണ ബസ് തോന്നുന്നു. ലൈനൊക്കെ പിടിച്ചിരിക്കണം. സീറ്റ് ഉണ്ടെങ്കിലേ കയറ്റുള്ളൂ തോന്നുന്നു. സീറ്റുണ്ടോ? ഇഷ്ടം പോലെ സ്കൂൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. പിള്ളേർക്ക് കളിക്കാനും സ്ഥലങ്ങളാണ്. അപ്പോൾ രാമജി ഫിലിം സിറ്റിയുടെ യാത്ര നമ്മൾ 1 മണിക്ക് കയറി 6 മണിയായി ഇറങ്ങിയപ്പോൾ 5:30 മണി വരെ യാത്രയുടെ ടൈം. അതെ. അപ്പോൾ ശരിക്കും ടയേർഡാണ്. ഇതെത്ര 1500 എത്ര ഇതിലാണ് നിൽക്കണത്? 1666 ഏക്കർ. അതിൽ കുറച്ച് നടന്നിട്ടുണ്ട് നമ്മൾ. കുറേ സ്ഥലങ്ങളിലൊക്കെ അവർ ബസ്സിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ അതെ ഓരോ വണ്ടിയിൽ മാറി മാറി കയറുക ഇറങ്ങുക നടക്കുക. വയ്യ. രാവിലെ വന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ എനർജിയും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ 6 മണിക്ക് ശേഷം എന്തെങ്കിലും ഒരു ചായ, ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചിട്ടേ ഇല്ല. അതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. ലഞ്ച് വണ്ടിയിലുണ്ട്, പക്ഷെ കഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ചായയാണ് ഇപ്പോൾ അത്യാവശ്യം. എല്ലാവർക്കും തലവേനിക്കണു പറയുന്നുണ്ട്. അപ്പോൾ ചായയോ സ്നാക്സോ എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് വിജയവാഡയിൽ. ഇന്നിപ്പോൾ അവിടെ രാത്രി 12 മണിയാവുത്ര എത്താൻ. ഇവിടുന്ന് 6 മണി ഇവിടുന്ന് 6 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് പറഞ്ഞു. അപ്പോഴും എന്നത്തെയും പോലെ അപ്പോൾ ഹോം ടൂർ ഉണ്ടാവില്ല. അതെ, ഹോം ടൂറിനൊന്നും സമയം ഉണ്ടാവില്ല. 12 മണിക്ക് അവിടെ എത്തും. രാവിലെ നേരത്തെ അവിടുന്ന് റെഡിയായി ഇറങ്ങുകയും ചെയ്യും. കാരണം ഞങ്ങൾക്ക് അതെ ഒറീസ എത്തണം. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അവിടെയാണ്. പുരി ജഗന്നാഥനെ കാണാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇനിയും ഒരു ബ്രേക്ക് വരും. 18 മണിക്കൂറുണ്ടെന്നാണ് പറയണത്. ഇനി അതെ, എന്തായാലും അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അതുകൊണ്ട് വണ്ടി എത്തി. ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് വന്നത്. അതിന് മുമ്പേ എന്നെ എടുത്തിട്ട് വന്നു.
അപ്പം ഞങ്ങൾ ഈ വീഡിയോ അതെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ യാതൊന്നുമില്ല, എനർജിയും പോയി, എല്ലാം പോയി. ഇനി അതെ, ഇനി ഫുഡ് വല്ലതും സ്നാക്സ് വല്ലതും തൽക്കാലം കഴിക്കട്ടെ, ചായ കുടിക്കട്ടെ, ഒക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി ഞാൻ 2 ദിവസം കഴിഞ്ഞ് ശരിക്കും മെയിൻ വീഡിയോ വരണമെങ്കിൽ ഒറീസ എത്തണം. അതിന് മുമ്പേ ഉള്ള ട്രാവലിംഗ് വീഡിയോ മാത്രമേ ഉണ്ടാവൂ കേട്ടോ. ഓക്കെ, ബൈ. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത ദിവസം എത്തി. 1-ാം തീയതിയാണ് അല്ലേ? ഇന്ന് മാർച്ച് 1-ാം തീയതി. അപ്പം നമ്മൾ ഇന്നത്തെ രാവിലെ എണീറ്റ് അവനവൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ട് വന്നു. ഇന്നലെ നമ്മൾ ഹോട്ടലിലാണ് താമസിച്ചത്. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ട് വന്നു. ഇനി അവിടെ പോയിട്ട് കഴിക്കാൻ നിൽക്കണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ കൊണ്ടുവന്ന ഐറ്റം എന്താണെന്ന് കാണാം. അവിടുത്തെ ഇലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ടേസ്റ്റിൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, കാണാനൊരു ഭംഗി, നമ്മുടെ നാട്ടിൽ കാണാത്തൊരില. അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. നമ്മൾ മസാല ദോശയാണ് വാങ്ങിയിട്ടുള്ളത്. മസാല ദോശ, അതിൽ ഈ ഒരു വട, ഒരാൾക്ക് 2 വട എത്ര ഒരു തരണത്. ഈ ഒരു ടൈപ്പ് ഇല ഹാർട്ടിൻ്റെ അതാണ് തന്നിരിക്കണം നമുക്ക്. അതേപോലെ തന്നെ വട, ഇതാ നോക്കൂ, വടയിൽ കണ്ടാൽ അറിയാൻ പറ്റും ആ ഇല. ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഇല. നമ്മൾ മറ്റേ വാഴയുടെ ഇലയാണ് കണ്ടിട്ടുള്ളത്. ഇതാണ് തന്നിരിക്കുന്നത്. 8 എണ്ണം അത്രേ തരിക. നമ്മൾ 4 എണ്ണം എന്നുള്ളത് 4 ആൾക്ക് എന്നുള്ള രീതിയിലല്ല അത്ര ഇവരുടെ രീതി. പിന്നെ ഇത് ചട്നിയും ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. ഇനി കഴിക്കുകയോ വേണ്ടു. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. കോഫിയും വാങ്ങിയിട്ട് വന്നായിരുന്നു, കോഫിയും കുടിച്ചു. പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് യാത്രയിലേക്കാണ് അടുത്തത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആന്ധ്രയിൽ നിന്ന് നമ്മൾ ഹൈദരാബാദ് തെലങ്കാനയിലെത്തി. തെലങ്കാനയിൽ നിന്ന് വീണ്ടും ആന്ധ്രയിലേക്ക് എത്തി. എന്ത് വിരോധാഭാസം അല്ലേ? പക്ഷെ നമ്മൾ പോണ റൂട്ട് അങ്ങനെയായിപ്പോയി. നമ്മളിന്ന് ഭുവനേശ്വറിൽ എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള യാത്രയാണ്. ബാക്കിയൊക്കെ ഇവിടുന്ന് 12 മണിക്കൂറോളം കാണിക്കുന്നുണ്ട്. 760 ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് കിലോമീറ്റർ. അവിടെ എത്തണം. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്കൊക്കെ എടുക്കണമല്ലോ. നമുക്ക് ബ്രേക്ക് വേണോ വേണ്ടേ എന്നുള്ളതല്ല, വണ്ടിക്ക് എന്തായാലും ബ്രേക്ക് വേണം. അപ്പം അങ്ങനെയാണ് ഉദ്ദേശിക്കണത്. ഇപ്പം അല്ലേ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് വലിയ തിരക്കില്ലെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പണ്ടത്തെ കാലത്തെ പോലെയല്ല. മറ്റേ ഞായറാഴ്ചയൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല റോഡിൽ, എല്ലാവരും പതുക്കെയല്ലേ എണീക്കും. പക്ഷെ ഇപ്പം ഒന്നും അങ്ങനെയല്ല, പലരും ഓരോ തരം തിരക്കിലാണ്. പോലീസുകാരെന്താ അറിയില്ല, നിറയെ വഴിയിൽ ഇതിങ്ങനെ ഇത്തിരി ദൂരം വിട്ട് നിൽക്കുന്നുണ്ട്. ഇനി വല്ല VIP വരാൻ വേണ്ടി ഉള്ള വെയിറ്റിംഗ് ആണോ എന്നറിയില്ല. കുറച്ച് നേരമായി കാണും അവർ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വഴിയിലുള്ള കുഞ്ഞു കാഴ്ചകളൊക്കെ ഇന്നൊക്കെ കാണിക്കാനുണ്ടാവും എനിക്ക്. വേറെ കാര്യമായിട്ടൊന്നും കാണിക്കാനുണ്ടാവില്ല. ഫുള്ള് യാത്രയിലാണ്. ഇതൊക്കെയാണ് പരിപാടി. നമ്മൾ വിശാഖപട്ടണം ആദ്യം നിർത്താമെന്നാണ് വിചാരിച്ചത്. പിന്നെ വേണ്ട, കുറച്ചും കൂടി ദൂരം പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ വിശാഖപട്ടണം അല്ല, ഭുവനേശ്വറാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ വെച്ചിരിക്കണത്. ആദ്യം വിശാഖപട്ടണം എന്നാണ് പറഞ്ഞത്. പിന്നെ ലേറ്റ് ആവുമല്ലേ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ തീരുമാനിച്ചിരിക്കണം. ഇനി ജഗന്നാഥൻ്റെ തീരുമാനം പോലെ ഇരിക്കും നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കാണാം. നല്ല സ്ഥലം കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. നല്ല കോടമഞ്ഞോട് കൂടിയാണ് കാണുന്നത്. കോടമഞ്ഞല്ല കേട്ടോ അത്, പക്ഷെ നല്ല വെളുത്ത് നിറയെ കൃഷിയായി, തെങ്ങ് കൃഷി ഒക്കെയാണ് കാണുന്നത്. നമ്മൾ പോകുന്ന വഴി കാണുന്ന സീനാണ് കേട്ടോ അത്. നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പം ഞാൻ ഇത്തിരി എടുക്കാമെന്ന് വിചാരിച്ചു. കരിമ്പിൻ്റെ കൃഷിയൊക്കെ കാണുന്നുണ്ട്. അതെ, തെങ്ങുണ്ട്, നെല്ലുണ്ട്, എല്ലാം കൂടി സമ്പൂർണമാണ്. കണ്ടോ, നമ്പർ പ്ലേറ്റ് പറഞ്ഞ സാധനം ആ വണ്ടിയിലില്ല. അത് ഇവിടുത്തെയാണോ? അക്ഷരങ്ങളൊക്കെ തലകാന എഴുതിയുണ്ട്. അതെ, തെലുങ്കാനയാണെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ. 31-32 ടോളായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, കടലാണോ പുഴയാണോ ഒന്നും അറിയില്ല, വലിയ പിടുത്തമൊന്നുമില്ല. കാണാൻ നന്നായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു 4-5 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്.
നമുക്ക് ബ്രേക്ക് വേണോ വേണ്ടേ, വണ്ടിക്ക് എന്തായാലും ഒരു ബ്രേക്ക് വേണമല്ലോ. അപ്പോൾ 1 മണിക്കൂർ കൂടെ സ്പെൻഡ് ചെയ്യുക പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ തന്നെ ധാബയുണ്ട്, നമുക്ക് എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. ഇപ്പം അത്യാവശ്യം വരുന്ന വഴിക്ക് നിറയെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചായിരുന്നു. സ്വീറ്റ് കോൺ കിട്ടി അവിടെ നിന്ന് വരുന്ന വഴിക്ക്, അത് വാങ്ങി, അത് കഴിച്ചു. ആപ്പിൾ കഴിച്ചു, ഓറഞ്ച് കഴിച്ചു, മുന്തിരി കഴിച്ചു, ഇത്രയൊക്കെ കഴിച്ചു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിശക്കണില്ല, പക്ഷേ വണ്ടിക്ക് റെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ്, പെട്രോൾ പമ്പിൽ കയറിയതാണ്. നല്ലൊരു അടിപൊളി പെട്രോൾ പമ്പ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും ഇതായിട്ടുള്ള കാണുന്നത്. നന്നായിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ഞാൻ ചുമ്മാ പറയണതല്ലേ. അവരുടെ കുറേ ഓഫീസും റൂമുകളും കുറേ സംഭവം. ഒരു പെട്രോൾ പമ്പിൽ എന്തിനാ ഇത്രയൊക്കെ കാര്യങ്ങളെന്ന് എനിക്കറിയില്ല, നിറയെ കാര്യങ്ങളുണ്ട്. മൊബൈൽ ചാർജിങ്, ഇനിയിപ്പോൾ അങ്ങോട്ട് പോകെ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാറിൽ ഇത്രയും ലോങ് വരുന്നത്, അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇത്രയും ഫെസിലിറ്റീസൊന്നും കണ്ടിട്ടില്ല അവിടെ. എൻ്റെ ഓഫീസ് ആ എൻ്റെ വരെ ഉണ്ട്. ടയർ സെൻറ്റർ, ദാബ അപ്നഗർ. ഡ്രൈവേഴ്സിന് റെസ്റ്റ് റൂമുണ്ട്, അവർക്ക് നൈറ്റൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യാനാണ് തോന്നുന്നു. ദാബ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ എന്തെങ്കിലും പോയിട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ വേണം പരിപാടി. നല്ല കാറ്റുണ്ട്, വെയിലുണ്ടെങ്കിൽ കൂടി നല്ല കാലാവസ്ഥയായിട്ടാണ് തോന്നണത്. ചെടികളൊക്കെ നോക്കും, ഒരുപാട് നല്ല ഭംഗിയുണ്ട്. വരയും സീബ്ര പോലെയുള്ള ചെടികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. ഇനിയിപ്പോൾ അവിടെ എത്തുന്നത് വരെ ഉള്ള സമയമുണ്ട്, ബ്രേക്ക് ഉണ്ട്. ആളുകളൊക്കെ വന്നിരുന്ന് നിലത്തിരുന്ന് അവർ കഴിച്ചുകൊണ്ടിരിക്കണം. വേറെ ആൾ നമ്മളുടെ അല്ലേ, അവർക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ. വരുന്ന വഴിക്ക് കണ്ടതാണ് ഒരു വലിയ സ്റ്റാച്ചു കണ്ടു. ബാക്കിൽ നിന്ന് കണ്ടപ്പോൾ ഹനുമാനാണെന്നാണ്. അതെ അതെ, ആഞ്ജനേയനാണ്. അതെ അതെ, അദ്ദേഹം ഭയങ്കര ഉയരത്തിലാണ് നിൽക്കുന്നത്. അതെ, കുഞ്ഞമ്പലം, വലിയ സ്റ്റാച്ചു. ഇത് കടുകുപാടമാണ് കേട്ടോ. ഞാൻ ഡിസംബറിൽ വന്ന സമയത്ത് എനിക്കത് ഇറങ്ങി നിന്ന് നോക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല, അങ്ങനെയല്ല ഞാൻ വന്നിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് ഫാമിലിയായിട്ട് വന്നതുകൊണ്ട് എനിക്കിത് ഇറങ്ങി കാണണം, എനിക്ക് തുടരണം, ഈ പൂവിന് മണമുണ്ടോ എന്ന് അറിയണം എന്നൊക്കെ ഉള്ള ഒരു മോഹത്തിലാണ് ഞാനിപ്പോൾ വണ്ടി നിർത്തി പാടത്ത് ഇറങ്ങി. ഭയങ്കര വെള്ളമൊന്നുമില്ല, കട്ടകട്ടായിട്ടുള്ളതാണ്. നമുക്ക് പൂവ് നോക്കിയതാണ് ഞാൻ. നല്ല ഭംഗിയുള്ള പൂവാണ്, പൂവിൻ്റെ ഷേപ്പ് നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു മണമുണ്ട്. ഈ സാധനമാണ് കടുകായിട്ട് വരുന്നത്, ഇങ്ങനെ കതിരുകളായിട്ട്. ഇനി ഇതിനകത്ത് കതിരുകൾ വരും. ആ കതിരുകൾ ഇങ്ങനെ എടുത്തിട്ടാണ് നമുക്ക് അങ്ങനെ കറുത്ത കളർ വരുന്നത്. ഇത് ഈ പൂവിരിയില്ലേ, ഇതിൽ നിന്നാണ് ഈ സൈഡിൽ എവിടെയാണ് ഇങ്ങനെ കതിരായിട്ട് വരുത്രേ. ആ കതിരിൽ നിന്നാണ് നമുക്കിനി UP-യിൽ പോകുമ്പോൾ കാണുമായിരിക്കും. ഞാൻ ഡിസംബറിൽ പോയപ്പോൾ ഇങ്ങനെയാണ്. കടുകിന് മണമുണ്ട്. ഇല്ല ഇല്ല, സാധാരണ ഒരു പൂവിന് ചെറിയൊരു മണം, അത്രേ ഉള്ളൂ. കടുകിൻ്റെ മണമൊന്നുമല്ല. പക്ഷേ ഈ സാധനം ഇനി കുറച്ച് ഞാൻ ഇപ്പോൾ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ കറുപ്പ് കളറായിരിക്കുന്നുണ്ടാവും. ഞാൻ ഡിസംബറിൽ പോയപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഇത് വൈകിയാണ് തോന്നുന്നു കൃഷി ചെയ്തിട്ടുള്ള ഈ ഭാഗത്തേക്ക്, അതുകൊണ്ടാണ് ഇതിങ്ങനെ മഞ്ഞ കളറായി നിൽക്കുന്നത്. അന്ന് അത് കണ്ടതാണ്, പക്ഷെ എനിക്കൊന്നിനും സമയം തൊടാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ അത് കണ്ടപ്പോൾ അതൊന്ന് നിങ്ങളെയും കൂടെ കാണിക്കണേ, എനിക്കും കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിനകത്ത് കറുത്ത അങ്ങനെ ഈ ഇതില്ലേ തുവരാന്നൊക്കെ പറയും, അതുപോലെ ഇങ്ങനെ ഒരു സാധനം തൂങ്ങും. അതിനകത്ത് അങ്ങനെ കടുകായിരിക്കും, കാശിത്തുമ്പടെ വിത്ത് പോലെ അങ്ങനെ ഉണ്ടാവും. അത് തൊട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് കടുക് വരും. അപ്പോൾ ഇനി നമുക്ക് അവിടെ പോകുമ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് അവരുടെ കൃഷി എടുത്തു കഴിഞ്ഞോ എന്നറിയില്ല. ഞാൻ ഡിസംബറിൽ പോകുമ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ ജനുവരി 2 മാസമായില്ലേ, എനിക്കറിയില്ല അതിൻ്റെയൊക്കെ സമയം എത്രയാണെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് പൂ കാണിക്കാൻ പറ്റി, അതിൻ്റെ വലിയ കാര്യം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പരിപാടിയായിട്ട് പോവാം. ഇതിപ്പോൾ തൽക്കാലം കാഴ്ച അത്രയേ ഉള്ളൂ. ഞാൻ പതുക്കെ വന്നതാണ്, വല്ല വീഴാതെ വന്നതാണ്. ഹൈവേയിലൂടെ പോകുമ്പോൾ കണ്ടതാണ് ഞാൻ. എന്തുകൊണ്ട് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അവർ. ഇനി നമ്മൾ വൈകുന്നേരം ഭുവനേശ്വറിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇന്ന് അവിടെ സ്റ്റേ, നാളെ രാവിലെ ലിംഗരാജ ക്ഷേത്രം കാണാൻ പോകണം എന്നുള്ളതാണ് ഇപ്പോഴത്തേത്. നമ്മൾ ഏകദേശം ഒരു 10:30-11 മണിയാകുമ്പോഴത്തേക്കും റൂമിലെത്തും. അമ്മ വഴി കണ്ടുപിടിച്ചൊക്കെ വരുന്നു, അല്ലെങ്കിൽ ഞാൻ മറിഞ്ഞു വീഴും താഴെ. അപ്പം അതുകൊണ്ട്, കാരണം അത് അങ്ങനത്തെ വഴിയാണ്, നമുക്ക് പരിചയമില്ലല്ലോ. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കരമായി നോക്ക്, അത്രയും നോക്ക്, ഫുള്ളും അതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇടയിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിരിക്കണം, വീണ്ടും ഇട്ട വിളയായിരിക്കാമെന്ന് തോന്നുന്നു. അവിടേക്ക് എത്തുമ്പോൾ ശരിക്കും നെൽകൃഷി പോലെയായി. അവിടെ ആരോ എന്തോ ചെയ്യുന്നുണ്ട്. അവരതിൻ്റെ എന്തൊക്കെയോ ചെയ്യണമെങ്കിൽ ടോൾ അടിച്ച് നിൽക്കണം. ഈ ഇവിടുന്ന് ടോളിപ്പോൾ എത്ര കഴിഞ്ഞു പറയും? 6 കഴിഞ്ഞു. ടോള് മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് അല്ലേ? അതെ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ടോളുകളൊക്കെ, ഒറിജിനൽ പ്രൈസും. പിന്നെ നമ്മൾ ആനുവൽ പാസ് ചെയ്തുകൊണ്ട് നമുക്കത് ബാധകമല്ല, 15 രൂപയെ നമ്മുടെ നിന്ന് പോകുന്നുള്ളൂ. പക്ഷെ എന്നാലും അതൊന്നും അറിയണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പരമാവധി നോട്ട് ചെയ്യണൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബ്രേക്ക് ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി നിന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ഇനി പോണ നേരത്തെ ഈ ഒരു 2-3 മണിക്കൂറിൽ എന്ത് കാണുന്നറിയില്ല. ഇടയിലൊരു ചായ ബ്രേക്ക് ഉണ്ട്, നല്ലൊരു ഷോപ്പ് കാണാത്തോണ്ട് ചായ കുടിക്കാതിരിക്കുകയാണ്. വൈകുന്നേരമായി, രാത്രിയാ ചായ ഇട്ട് തോന്നുന്നുണ്ടോ? അതെ, കടയുടെ ഒരു ചന്തമൊക്കെ നോക്കിയിട്ട് വേണ്ടേ കടയിൽ കയറണമെങ്കിൽ. ഇപ്പോഴും ഞാൻ തന്നെ ഫ്രണ്ടിൽ. ഓക്കെ ബൈ. ഓക്കെ, എൻ്റെ ഫോണിൽ 2 നമ്പർ സേവ്. ഇത് ഞാൻ നമ്മളിപ്പോൾ ഒഡീസയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 6:35 ആകുമ്പോഴത്തേക്കും ഒഡീസയിൽ കയറിയിട്ടുണ്ട്. ഇനി 182 കിലോമീറ്ററും കൂടി ആയാൽ നമ്മളുടെ ഹോട്ടലിലെത്തും. അപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. ദൈവസഹായം, അത്രയേ ഉള്ളൂ പറയാൻ. അപ്പം എന്തായാലും നമ്മൾ ഇതുവരെ ആന്ധ്രയിൽ തന്നെയായിരുന്നു, ഇപ്പോൾ ഒഡീസയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമ്മളിങ്ങനെ യാത്രയിലാണ്. 3 പമ്പ് അടുപ്പിച്ച് കണ്ടായിരുന്നു. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വഴിക്കാണ് അവർ കാണിച്ചത് ഒഡീസ. അപ്പം അതുകൊണ്ട് എനിക്ക് അപ്പം പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയതുമില്ല. അതാണ് സംഭവിച്ചത്. ഇരുട്ടപ്പോൾ അവിടെയും ഇരുട്ട്, ഇവിടെയും ഇരുട്ട് തന്നെയാണ് കാണുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ ഹൈവേയിൽ ഇങ്ങനെ സിഗ്നൽ, ഈ വഴിയിലൊന്നും സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കണ്ടില്ല. ഇപ്പോൾ എവിടെയും കണ്ടിട്ടില്ല. ഇനി കുറച്ച് ദൂരം പോകുമ്പോൾ കാണുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഒറീസയിലെ രാത്രി കാഴ്ചയാണത്. ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന. അതെ, പക്ഷേ ഭയങ്കര ഇരുട്ട്. അതെന്താന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഇനി സൂര്യൻ നേരത്തെ അസ്തമിച്ച് വന്നതാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും നല്ല ഇരുട്ടാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയായിട്ട് കാണാനുണ്ട്. പെട്രോൾ പമ്പിൽ പോയി ഫസ്റ്റ് അതാണ് ഇവിടെയുള്ള ആളുകളെ കടവടാന്ന് കുറച്ച് അക്ഷരങ്ങൾ പറഞ്ഞു. സംഭവം മനസ്സിലായി എനിക്ക്, സന്ദർഭം മനസ്സിലായി. പെട്രോൾ ഇപ്പുറത്തല്ല അപ്പുറത്താണ് അടിക്കേണ്ടതെന്നാണ് പറഞ്ഞത് മനസ്സിലായി. അപ്പം അത് ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ച് അപ്പുറത്ത് പോയി പെട്രോൾ അടിച്ചു. പെട്രോളിന് ഇവിടെ വില എത്ര വെച്ചു? 102.5 വന്നിട്ടുള്ളത് ഇവിടെ പെട്രോളിന്. പിന്നെ നമ്മളങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് 5ാമത്തെ സംസ്ഥാനത്തിലേക്ക് കയറുകയാണ്. ഇന്ന് കയറുകയാണെന്നല്ല, അല്ലേടാ, കയറുകയാണെന്ന് പറയരുത്. കയറിയിട്ട് കുറച്ച് നേരമായി. ഇനി നമുക്കൊരു 3 മണിക്കൂർ ജേണിയും കൂടെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. 161 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇപ്പം സമയം 7:10. ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് കവർ ചെയ്യാനുണ്ട്. എന്താ സൈഡിലൊക്കെ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ കളറൊക്കെയുള്ള ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. താഴെയാണ്, നമ്മൾ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഞാൻ പനീർ ഫ്രൈഡ് റൈസാണ് വാങ്ങിയിട്ടുള്ളത്. അനിയേട്ടന് വേണ്ടി വന്നിട്ടുള്ളതാണ്. പനീറിൻ്റെ പഞ്ചാബി തട്കെ എന്താണത് വന്നിട്ടുള്ളത്. അച്ചു ചിക്കൻ ഫ്രൈഡ് റൈസാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റൊട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മ ഒന്നും വേണ്ട പറഞ്ഞിട്ട് കാപ്പി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. കോഫി പറഞ്ഞിട്ടുണ്ട്, അതും ഇപ്പോൾ വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഡിന്നർ. നമ്മുടെ ഡിന്നർ ഇതാണ്. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ പോകാമെന്ന് വിചാരിച്ചു. നാളെ കാലത്ത് അവിടെ ഇപ്പോൾ രാത്രി എത്തുമ്പോഴത്തേക്ക് ഇനിയും ഇവിടുന്ന് 1.25 മണിക്കൂറുണ്ട് കാണിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും സമയം ഉണ്ടാവില്ല. രാവിലെ നേരത്തെ എണീറ്റിട്ട് ലിംഗരാജ ക്ഷേത്രത്തിൽ പോകണം വിചാരിച്ചിട്ടാണ്. നേരത്തെയാണോ ടൈമൊന്നും നോക്കിയിട്ടില്ല ഞാൻ, അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒന്നും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒറീസപുരിയിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ടാണ്. അവിടുന്ന് 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. അപ്പം ഞാൻ ഇനി ചിലപ്പോൾ വീഡിയോ ഇനി കാണിച്ചു എന്ന് വരില്ല. റൂമിലെത്തുക, റെസ്റ്റ് ചെയ്യുക,
രാവിലെ അവിടെ നിന്ന് നീക്കുക, അതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഫുള്ള് ഇരിക്കലായിരുന്നു, അതാണ് ഇന്നത്തെ പ്രധാന വിശേഷം. ഇന്നലെ ഫുള്ള് നടക്കലായിരുന്നു, അതാണ് ഇന്നലത്തെ വിശേഷം. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.